എടുക്കി. ഒന്നുകൊണ്ട് എടുക്ക്. വലിച്ച് മരിക്കി. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ട വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ടാ ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകും. വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലവന്റെയും 10 ചക്രം ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം ഇതിലേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കയറ്. വണ്ടി എന്തിനാ വണ്ടിയും കിണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാണല്ലോ. ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ചോയിര്. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക്, ഏത് വഴി, എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയാ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിക തീർക്കാം. എന്ന് മാത്രമല്ല, വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട. അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് കൂടെ. രോഹിണി, രോഹിണിക്ക് കാശ് വേണോ? എന്റെ ഇത്രയേ ഉള്ളൂ. ഇത് മതിയോ? വേണ്ട.